പോലീസ് സ്റ്റേഷനുകളിൽ CCTVകൾ പ്രവർത്തിക്കാത്തതിൽ ഇടപെട്ട് സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഇക്കൊല്ലം ഇതുവരെ 11 കസ്റ്റഡി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ കേസ്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, CCTVകൾ പോലീസ് സ്റ്റേഷനുകളിൽ എത്രത്തോളം അനിവാര്യമാണെന്നത് കേരളത്തിൽ ഇന്നലെ തൃശൂരിൽ കുന്നംകുളത്ത് വന്ന ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. നല്ല കാര്യമാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ആര്യ, ഇതിപ്പോൾ ഒരു മാധ്യമ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്വമേധയാ തന്നെ ഒരു പൊതു താൽപ്പര്യ ഹർജി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസ് വിക്രംനാഥും സന്ദീപ് മേത്തയും അടങ്ങുന്ന ബെഞ്ചാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് 11 കസ്റ്റഡി മരണങ്ങൾ കഴിഞ്ഞ 8 മാസത്തിനുള്ള, അതായത് 2025 ഇക്കൊല്ലം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ദൈനിക് ഭാസ്കർ എന്ന് പറയുന്ന ദിനപത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് 2 അംഗ ബെഞ്ച് ഇപ്പോൾ പൊതു താൽപ്പര്യ ഹർജി എടുത്തിരിക്കുന്നത്. അതായത് പോലീസ് സ്റ്റേഷനുകളിലെ CCTVകൾ പ്രവർത്തനരഹിതമാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. 2020 മറ്റൊരു കേസിൽ സുപ്രീം കോടതി രാജ്യത്താകമാനം തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും CCTV ഘടിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് നൈറ്റ് വിഷനും ഓഡിയോയും എല്ലാ വിഷ്വലും അടങ്ങുന്ന CCTVകൾ തന്നെ വേണം എന്നുള്ളൊരു നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയത്. മാത്രമല്ല, ഇതിനായി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ജില്ലാ തലത്തിൽ വരെ വേണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കസ്റ്റഡിയിലുള്ള പീഡനം, അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, അന്വേഷണ ഏജൻസികളുടെ സുതാര്യമായ പ്രവർത്തനം, ഇവയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സുപ്രീം കോടതി 2020 ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ ഇത് പലയിടത്തും നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇത്തരത്തിലൊരു പൊതു താൽപ്പര്യ ഹർജി രജിസ്റ്റർ ചെയ്യുന്നതിന് കോടതിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും കേരളത്തിലെ ഒരു ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരങ്ങൾ നൽകിയത്.